ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറിന്റെ സമീപകാലത്തെ തമിഴ്നാട് സന്ദർശനവും മുഖ്യമന്ത്രി വിജയിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയും നയതന്ത്ര വൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഡൽഹിയിലെ കേന്ദ്ര ഭരണകൂടവുമായി മാത്രം നയതന്ത്രം ഒതുക്കാതെ US പ്രതിനിധികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നേരിട്ടെത്തി മുഖ്യമന്ത്രിമാരെയും പ്രാദേശിക നേതാക്കളെയും കാണുന്നത് ഇതാദ്യമല്ല. എന്നാൽ ഇത്തരം സന്ദർശനങ്ങളെ ഇന്ത്യൻ പൊതുസമൂഹം എപ്പോഴും രണ്ട് വ്യത്യസ്ത കോണുകളിലൂടെയാണ് വീക്ഷിക്കുന്നത്. ഒന്ന്, സ്വാഭാവികമായ നയതന്ത്ര നടപടി. രണ്ട്, ആഗോള ശക്തിയുടെ അദൃശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ. ഈ സാധ്യതയും പൊതുജനങ്ങൾക്കുണ്ട്. ഈ രണ്ട് വശങ്ങളെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ വശം, സ്വാഭാവിക നയതന്ത്ര നടപടി. ആധുനിക നയതന്ത്രത്തിൽ സബ് നാഷണൽ ഡിപ്ലോമസി അഥവാ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്താരാഷ്ട്ര സഹകരണം വളരെ സാധാരണമായ ഒരു പ്രക്രിയയായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിന് പിന്നിൽ ശക്തമായ ചില പ്രായോഗിക കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സാമ്പത്തിക വിപണികളാണ്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ IT, നിർമ്മാണം, പുനരുപയോഗ ഊർജം എന്നിവയുടെ ആഗോള ഹബ്ബുകളാണ്. അമേരിക്കൻ കമ്പനികളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം ഈ സംസ്ഥാനങ്ങളിലുണ്ട്. അതിനാൽ നിക്ഷേപ സുരക്ഷ ഉറപ്പാക്കാനും പുതിയ ബിസിനസ് സാധ്യതകൾ തേടാനും അംബാസിഡർമാർ നേരിട്ടെത്തി ഇത്തരം സാമ്പത്തിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാറുണ്ട്. മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ കോൺസുലേറ്റുകളുണ്ട്. അംബാസിഡർമാർ ഈ റീജിയണൽ ഓഫീസുകൾ സന്ദർശിക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കാണുന്നത് ഒരു മര്യാദയും ഔദ്യോഗിക നടപടിക്രമവുമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിദേശ പ്രതിനിധികൾ നടത്തുന്ന എല്ലാ ഔദ്യോഗിക സംസ്ഥാന സന്ദർശനങ്ങളും ഇന്ത്യയുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലും അനുമതിയോടെയുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമൊന്നുമല്ല, മറിച്ച് ഔദ്യോഗിക ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിന്റെ രണ്ടാമത്തെ വശം ആളുകൾ ചിന്തിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ വെറുതെ അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല. അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ ഈ അമിത താല്പര്യത്തെയും പ്രാദേശിക രാഷ്ട്രീയ ഇടപെടലുകളെയും സംശയത്തോടെ കാണുന്നതിന്റെ ചരിത്രപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിമാരും പലപ്പോഴും ഭാവിയിലെ ദേശീയ നേതാക്കളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരുമായി മാറാറുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ കേന്ദ്ര ഭരണത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ്. തങ്ങളുടെ ആഗോള താല്പര്യങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളുള്ള പ്രാദേശിക ശക്തികളെ വളർത്തിയെടുക്കുവാനോ അവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനോ അമേരിക്ക ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയമാണ് പൊതുസമൂഹത്തിനുള്ളത്. ശീതയുദ്ധകാലം മുതൽ ലോകമെമ്പാടുമുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഭരണമാറ്റങ്ങളിലും CIA പോലെയുള്ള ഏജൻസികൾ വഴി അമേരിക്ക ഇടപെട്ടിട്ടുള്ള ചരിത്രം വിദേശ നയങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് അന്യമല്ല. സന്നദ്ധ സംഘടനകൾ അഥവാ NGOകൾ, തിങ്ക് ടാങ്കുകൾ, സാമ്പത്തിക സഹായങ്ങൾ എന്നിവ വഴി പ്രാദേശിക ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ അമേരിക്കൻ ലോബികൾ ശ്രമിക്കുന്നു എന്ന ആശങ്കയും ഇതിന്റെ ഭാഗമാണ്. ചൈനയുടെ സ്വാധീനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ തീരദേശ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കേരളം തുടങ്ങിയവയ്ക്ക് വലിയ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. വിഴിഞ്ഞം, ചെന്നൈ തുടങ്ങിയ തുറമുഖങ്ങളുടെ വികസനവും പ്രതിരോധ നയങ്ങളും അമേരിക്കൻ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന നിരീക്ഷണത്തിന്റെ ഭാഗമായും അവർ ഇങ്ങനെ സന്ദർശനങ്ങൾ നടത്താം. ചുരുക്കത്തിൽ US അംബാസിഡറുടെ ഇത്തരം സന്ദർശനങ്ങളെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ നമ്മൾ കാണേണ്ടി വരും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സംസ്ഥാനങ്ങളിലെ തൊഴിലവസരങ്ങൾക്കും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ അനിവാര്യമാണ് എന്നിരിക്കെ ഇത്തരം കൂടിക്കാഴ്ചകൾ സ്വാഭാവികമായ വികസന നയതന്ത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതേസമയം തന്നെ ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികൾക്കെന്നും തങ്ങളുടേതായ അജണ്ടകൾ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ ജാഗ്രതയോടെയും സംശയത്തോടെയും വീക്ഷിക്കുന്ന ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ തള്ളിക്കളയാനുമായില്ല. പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള പങ്കാളിത്തം നിലനിർത്തുക എന്നതാണ് ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു മധ്യമാർഗം എന്ന് പറയുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകാലങ്ങളിൽ പലയിടങ്ങളിലും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെ ഇത്തരം സന്ദർശനങ്ങളെ സംശയത്തോടെ നമ്മൾ കാണാറുണ്ട്. വിജയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹം പെട്ടെന്ന് വളർന്നു വന്ന ഒരു നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുള്ള സ്വാധീനമൊക്കെ മുഖവിലേക്ക് എടുക്കുമ്പോൾ അമേരിക്കയുടെ എല്ലാ സന്ദർശനങ്ങളെയും നമുക്ക് നിഷ്കളങ്കമായിട്ട് വിലയിരുത്താൻ കഴിയില്ല. ഒരു തികഞ്ഞ ദേശസ്നേഹിയും ദേശീയവാദിയുമായിട്ടുള്ള വിജയ് അമേരിക്കയുടെ കെണികളിൽ പോയി വിടില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.